വേളിമലൈ കുമാരകോവിൽ. ഈ ചരിത്രപ്രധാനമായ ക്ഷേത്രം കന്യാകുമാരി ജില്ലയിലെ തക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 60 കിലോമീറ്റർ ദൂരെയായാണ് ഈ ക്ഷേത്രം. ദിനംപ്രതി ഒരുപാട് മലയാളികൾ വരാറുണ്ട്. ഭഗവാൻ മുരുകനു വേണ്ടി 3000 വർഷങ്ങൾക്ക് മുൻപ് സമർപ്പിച്ചതാണ്. പശ്ചിമഘട്ട മലനിരകളുടെ തെക്കേ അറ്റമായ വേളിമലയുടെ താഴ്വാരത്തുള്ള ഈ ക്ഷേത്രം പല പ്രകൃതി ദുരന്തങ്ങളെയും തരണം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പച്ചപ്പും മലയും ക്ഷേത്രത്തിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. തമിഴ്നാട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. അവരിതിനെ അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളോടുകൂടെയും പരിപാലിച്ചു പോകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഡിസൈനും ആർക്കിടെക്ചറും വളരെ വൈവിധ്യം നിറഞ്ഞതാണ്. കരിങ്കല്ല് ഉപയോഗിച്ചാണ് ക്ഷേത്ര നിർമ്മിതി. മണ്ഡപങ്ങളും തൂണുകളുമെല്ലാം ശില്പകലയുടെ അത്ഭുതങ്ങളാണ്. ഓരോ കല്ലിലും വിവിധങ്ങളായ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. പ്രധാന ദേവനായ കുമാരസ്വാമിയുടെ വിഗ്രഹം ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഏകദേശം 8 അടി 8 ഇഞ്ച് ഉയരമാണുള്ളത്. അടുത്തുതന്നെ ഭഗവാന്റെ ഭാര്യമാരിൽ ഒരാളായ വള്ളിദേവിയുടെ 6 അടി ഉയരമുള്ള വിഗ്രഹവുമുണ്ട്. ഭഗവാൻ മുരുകൻ്റെയും വള്ളിദേവിയുടെയും പ്രണയവിവാഹം നടന്ന സ്ഥലത്താണ് ഈ കോവിൽ വച്ചത് എന്നാണ് ഐതിഹ്യം. വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്രക്കുളവും നമുക്കവിടെ കാണാൻ കഴിയും. മുപ്പത്തെട്ട് പടികൾ കയറി വേണം ഈ ക്ഷേത്രസന്നിധിയിലെത്താൻ. രാവിലെ 4-നും 12-നും ഇടയിലും വൈകുന്നേരം 5-നും 8-നും ഇടയിലുമാണ് ദർശനം ലഭിക്കുക. ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തായി ശിവൻ, പാർവതി, വിനായകൻ, ശ്രീധർമ്മശാസ്താവ്, ഇളയ നായനാർ ഇവരുടെയൊക്കെ പ്രതിഷ്ഠ വച്ചിട്ടുണ്ട്. കൂടാതെ ദക്ഷനെ പൂജിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇനി നമുക്ക് ഭഗവാൻ മുരുകൻ്റെയും വള്ളിദേവിയുടെയും പ്രണയകഥ കേൾക്കാം. ഇന്ന് കുമാരകോവിൽ സ്ഥിതി ചെയ്യുന്ന മലയിൽ പണ്ട് കുറവ് ഗോത്രക്കാരാണ് കഴിഞ്ഞിരുന്നത്. കുറവർ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന നമ്പിരാജനും ഭാര്യയും ഒരു പെൺകുഞ്ഞിനായി മുരുകനെ പ്രാർത്ഥിച്ചു. മുരുകൻ്റെ അനുഗ്രഹത്താൽ അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിന് അവർ വള്ളി എന്ന് പേര് നൽകി. വള്ളി വളർന്നപ്പോൾ അവൾക്ക് മുരുകനോട് അതിയായ സ്നേഹവും ആരാധനയും ഉടലെടുത്തു. മുരുകനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നവൾ തീരുമാനിച്ചു. ഈ കാര്യം മുരുകൻ അറിയുകയും അവളുടെ സ്നേഹം സത്യമാണെന്ന് മനസ്സിലാക്കിയ മുരുകൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പ്രണയത്തിലായി. ഗന്ധർവ വിവാഹം കഴിച്ച അവർ ആ മലയിൽ പ്രണയിച്ചു നടന്നു. ഒരിക്കൽ നമ്പിരാജൻ വേടൻ്റെ രൂപത്തിലിരുന്ന ഭഗവാനോടൊപ്പം വള്ളിയെ കാണാനിടയായി. കോപാകുലനായ അദ്ദേഹം മുരുകനുമായി യുദ്ധം ആരംഭിച്ചു. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് മുരുകനുമേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായില്ല. ആ സമയം മുരുകൻ സ്വയം ഈശ്വരരൂപം സ്വീകരിച്ച് നമ്പിരാജനെ കാണിച്ചു. ഇത് കണ്ട നമ്പിരാജന് അത്ഭുതമായി. പിന്നീട് സന്തോഷത്തോടെ ആ മലയിൽ വച്ച് തന്നെ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. അങ്ങനെ ആ മലയ്ക്ക് വേളിമല എന്ന പേരും വന്നു. ഇതാണ് വേളിമലൈ മുരുകൻ ക്ഷേത്രത്തിന് പിന്നിലെ കഥയും കാര്യവും.